മറ്റുള്ളവരുടെ ജീവിതം നമുക്ക് മനസ്സിലാവില്ല. അതിനാൽ വിധിക്കരുത്. നമ്മൾ ഒരാളെ കാണുമ്പോൾ അവൻ അല്ലെങ്കിൽ അവളുടെ മുഖത്തെ വികാരങ്ങൾ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന് പിന്നിലുള്ള വേദന, ജീവിതപാഠം, പേടി, ഓർമ്മകൾ, സാഹചര്യങ്ങൾ, അവൻ എങ്ങനെ ഉറങ്ങുന്നു, അവൾ എന്താണ് പൊരുത്തപ്പെടാത്തത്, അതെല്ലാം നമുക്കറിയില്ല. എന്നാൽ നമ്മളോ ചിന്തിക്കാതെ വിധി പറഞ്ഞ് അതീവ എളുപ്പത്തിൽ മറ്റൊരാളെ ഇല്ലാതാക്കും. ഇവൻ അങ്ങനെയല്ലേ, ഇവളെന്താ ഇങ്ങനെ, ഇവർക്കെന്താ ചിരിക്കാനറിയില്ലേ, ഇവൻ സംസാരിച്ചു കഴിഞ്ഞാൽ മുത്തുകൊഴിയോ, അല്ല പരീക്ഷയിൽ തോറ്റതിനാണോ ഇവൻ ആത്മഹത്യക്ക് ശ്രമിച്ചത്, ഇത്രയും ചെറിയ കടത്തിന് വേണ്ടിയിട്ടാണോ ഇത്രയും നിരാശപ്പെട്ട് നടക്കുന്നത്. അങ്ങനെ തുടങ്ങും പല വിധികൾ. പക്ഷേ നമ്മൾ കാണുന്നത് ഒരു കാഴ്ചയാണ്. അതൊരു നിമിഷം മാത്രം. വെറുതെ ഒരു കാഴ്ചയിലൂടെയാണ് നമ്മൾ ആ വ്യക്തിയെ കണ്ടത്. എന്താണ് സാഹചര്യം അവനെ അല്ലേൽ അവളെ അങ്ങനെ ആക്കിയതെന്ന് ചിന്തിക്കാതെ ഒരു മിനിറ്റിൽ നമ്മൾ ഒരുപാട് കൃത്യമായി അവരെ പറ്റി വിലയിരുത്തുന്നു. ഒരു ദൈനംദിന സംഭവത്തിൽ ഒരാൾ പ്രവർത്തിച്ച രീതിയെക്കുറിച്ച് മാത്രം നമ്മൾ വിധിക്കുന്നു. പക്ഷേ അതിന് പിന്നിൽ എന്തൊക്കെയുണ്ട്? ഉദാഹരണം നോക്കാം. ഒരു ബാലൻ എപ്പോഴും വൈകിയാണ് സ്കൂളിലേക്ക് എത്തുന്നത്. അധ്യാപകൻ പോലും കാരണം ആരായാതെ ശിക്ഷിച്ചിരുന്നു. ക്ലാസ്സിന് പുറത്തു നിർത്തിയിരുന്നു. സുഹൃത്തുക്കൾ വരെ കളിയാക്കി, പരിഹസിച്ചു. എന്നാൽ രാവിലെ ഒറ്റയ്ക്ക് ആ കുട്ടി വീട്ടിലെ കിടപ്പ് രോഗിയായ അമ്മയെ കിടപ്പിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് മരുന്ന് കൊടുക്കുകയും ഭക്ഷണം ഒരുക്കുകയും ചെയ്യുന്നത് അവൻ മാത്രമാണ് ആ വീട്ടിലുള്ളത്. ഒരു യുവതി എപ്പോഴും നിശബ്ദം, ചിരിക്കില്ല, സംസാരിക്കില്ല, പങ്കുവയ്ക്കില്ല. അവളുടെ പ്രവൃത്തികൾ കണ്ട് അവളെല്ലാവരും വിവേചനം ചെയ്യാൻ തുടങ്ങി, മോശമായി വിചാരിക്കുന്ന ആ കുട്ടിയെപ്പറ്റി. എന്നാൽ ആ മൗനത്തിൻ്റെ പിറകിൽ വളരെയൊരു വേദന ഒളിച്ചിരിപ്പുണ്ട്. അവളുടെ കുഞ്ഞ് ഒരു അപകടത്തിൽപ്പെട്ട് അവൾക്ക് നഷ്ടപ്പെട്ടതാണ്. അവളിപ്പോഴും ആ ദുഃഖത്തിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ടില്ല. അതിൻ്റെ ഓർമ്മ അവളെ ശബ്ദമില്ലാത്ത വേദനയുടെ തീക്കുഴിയിലാക്കി.